സകല പ്രതീക്ഷകളും അസ്തമിച്ച മുഖഭാവമായിരുന്നു അവരുടെ മുഖത്ത്. ഉണ്ണിമായെപ്പോലെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും അവർക്ക് മരുമകളായി അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഏതെങ്കിലും തറവാട്ടിലെ പെൺകുട്ടിയെ മകന്റെ ഭാര്യയായി കണ്ടെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു അവർ. എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നോർത്തതും അവർ പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി. നിന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നു എന്നുള്ള കുറ്റബോധമാണ് നിനക്ക്. അങ്ങനെയാണെങ്കിൽ പ്രസവശേഷം നമുക്കവളെ ഒഴിവാക്കാം. ഒരു കുഞ്ഞുണ്ട് എന്ന് കരുതി നിനക്കൊന്നും സംഭവിക്കില്ല. അവർ അടുത്ത മാർഗം പറഞ്ഞതും അവൻ്റെ മുഖം ചുവന്നു. അവളുടെ വയറ്റിലുള്ളത് എൻ്റെ ചോരയാണ് എന്ന കുറ്റബോധം എനിക്ക് ആവോളമുണ്ട്. അതുമാത്രമല്ല എന്നെ തിരുത്തി ചിന്തിപ്പിക്കുന്നത്. അവളെ ഉപേക്ഷിച്ചാലും ആ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയെ കാണാൻ എനിക്ക് കഴിയില്ല. അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അവളെ നഷ്ടപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് കുറിച്ച് നിമിഷങ്ങൾ കൊണ്ട് ഞാനിന്ന് മനസ്സിലാക്കിയതാണ്. ഈയൊരു ദിവസം എനിക്ക് തിരിച്ചറിവിൻ്റേതായിരുന്നു. അവൾക്കെന്തെങ്കിലും പറ്റിപ്പോയിരുന്നുവെങ്കിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ നീറിയൊടുങ്ങിയേനെ. അവൻ ഉറപ്പോടെ പറഞ്ഞു. അപ്പോഴും പ്രജിലിൻ്റെ കാര്യം അവർ മനഃപൂർവ്വം പറഞ്ഞില്ല. പറഞ്ഞാൽ അമ്മയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്ന് വ്യക്തമായി അറിയാവുന്നതാണ്. 3 മക്കളും അമ്മയ്ക്ക് ഒരുപോലെ തന്നെയാണ്. മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് മൂടിവെക്കുന്ന സ്വഭാവമാണ് അമ്മയ്ക്ക്. അതിനെ വെള്ള പൂശാനും ന്യായീകരിക്കാനും ശ്രമിക്കും. അത് താനോ ഗോകുലോ ആയാലും അങ്ങനെ തന്നെയാകും. അമ്മ അതിബുദ്ധിയൊന്നും കാണിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. മുറിയിലേക്ക് കയറിപ്പോകാൻ നേരം അവൻ ഒന്നുകൂടി എടുത്തു ചോദിച്ചതും അവരുടെ മുഖം വിളറിപ്പോയി. രാഹുൽ അറിയാതെ എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് അവരുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ നേരം. എനിക്ക് നല്ല ജീവിതം ഉണ്ടാക്കിത്തരാനായി അമ്മ ഒന്നും ചെയ്തു കൂട്ടരുത്. അവൾക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ അമ്മ എന്നെ കണ്ടു എന്ന് വരില്ല. ഉറപ്പോടെ തന്നെ പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് കയറിപ്പോയി. ആ നേരം ഉമ്മറത്തേക്ക് കയറിയ വരലക്ഷ്മി താടിക്ക് കൈകൊടുത്ത് അവിടത്തെ കസേരയിൽ ഇരുന്നു പോയി. ഇതെന്താ ഏട്ടത്തി, പെട്ടെന്നൊരു ക്ഷീണം? കാര്യം മനസ്സിലായില്ല എങ്കിലും രാഹുലിൻ്റെ കാറിൽ വന്ന് ഇറങ്ങിയ ഉണ്ണിമായെ കണ്ടതിനാലും അതിനുശേഷം രാഹുലിൻ്റെ മുറുകിയ മുഖം ശ്രദ്ധിച്ചതിനാലും കാര്യം വിശദമായി അറിയാനായിരുന്നു മഹേശ്വരിയുടെ ആ ചോദ്യം. ആ പെണ്ണ് ഗർഭിണിയാണ് എന്ന്. അവരുടെ സ്വരം നേർത്തുപോയി. എന്നാൽ അത് കേട്ട് മഹേശ്വരി വായിൽ കൈവച്ചു. അവൾ ഗർഭിണിയായതുകൊണ്ട് മരുമകളായി കാണാൻ പോവുകയാണോ ഏട്ടത്തി? അവളുടെ സ്വഭാവത്തിന് അതാരുടെ കുഞ്ഞാണെന്ന് അവൾക്ക് പോലും ഉറപ്പുണ്ടാകില്ല. പച്ചമരുന്ന് ഞാൻ കൊണ്ടുതരാം. ചെവി അറിയാതെ വല്ലതിലും കലക്കി കൊടുത്താൽ മതി. മഹേശ്വരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തൊട്ടുമുൻപ് രാഹുൽ പറഞ്ഞ കാര്യമാണ് അവർക്ക് ഓർമ്മ വന്നത്. തന്നോട് പറയാതെ ഇവർ എന്തെങ്കിലും കാണിച്ചാലും അതും തൻ്റെ തലയിലാകുമെന്ന് വരലക്ഷ്മിക്ക് തോന്നി. അതോടെ മകൻ അകന്നു പോകും. ദേ നാത്തൂനെ, അവൾക്കോ കുഞ്ഞിനോ ഒരു പോറൽ പോലും പറ്റരുത് എന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അറിയാലോ അവൻ്റെ സ്വഭാവം. തൽക്കാലം ഇങ്ങനെ പോട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാകാതിരിക്കില്ല. അത് കേട്ടതും മഹേശ്വരി അനിഷ്ടത്തോടെ തലയാട്ടിക്കൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. സകല സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യുന്നത് രാഹുലാണ്. സ്കൂളിൻ്റെ മേൽനോട്ടം മാത്രമാണ് ഗോകുലിൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയുള്ളപ്പോൾ രാഹുലിൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നത് ശ്രീമംഗലത്ത് മറ്റാരേക്കാളും മുകളിലായിരിക്കും. ആ ഓർമ്മയിൽ മഹേശ്വരിയുടെ സ്വസ്ഥത നശിച്ചു. എന്നിട്ട് വൈകുന്നേരം കാർത്തികയെയും കൂട്ടി പറമ്പിൻ്റെ ആളൊഴിഞ്ഞ മൂലയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു അപർണ. വീട്ടിൽ നടന്ന പല കാര്യങ്ങളും മനു അവളോട് പൂർണ്ണമായി പറഞ്ഞിരുന്നില്ല. ഹരിയുടെ വിവാഹം മുടങ്ങിയ കാര്യവും ദേവിക ആ സ്ഥാനത്തേക്ക് വന്നതും അറിഞ്ഞിരുന്നുവെങ്കിലും അതിലൊന്നും കൃത്യമായ വിവരങ്ങൾ അവൾക്കറിയാമായിരുന്നില്ല. കാർത്തികയിൽ നിന്ന് ഓരോ കാര്യങ്ങളായി അറിയുകയായിരുന്നു അവൾ. അപ്പോൾ ദേവികയുടെ കുടുംബത്തോട് ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അപർണ സംശയത്തോടെ ചോദിച്ചു. ഏട്ടത്തി പാവമാണ് എങ്കിലും അവരുടെ വീട്ടിലുള്ളവരാരും അങ്ങനെയല്ല. ഞങ്ങളുടെ അമ്മയെ ചതിച്ചവരല്ലേ. ആ വെറുപ്പ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട്. കാർത്തികയുടെ വാക്കുകൾ കേട്ടതും അപർണയുടെ കണ്ണുകൾ തിളങ്ങി. എന്നാൽ അത് കാർത്തിക കണ്ടില്ല എന്ന് മാത്രം. കുടുംബങ്ങൾ തമ്മിൽ ഇത്രയും ശത്രുതയുള്ളപ്പോൾ ആരെങ്കിലും പ്രേമിക്കുമോ? ഇനിയിപ്പോൾ അവർ ആരെങ്കിലും പറഞ്ഞിട്ട് ദേവിക ഇങ്ങനൊരു തീരുമാനം എടുത്തതാണെങ്കിലോ? അങ്ങനെയും ആകാമല്ലോ.
തീർത്തും നിഷ്കളങ്കമായ രീതിയിലുള്ള അപർണയുടെ ചോദ്യം കേട്ടപ്പോൾ കാർത്തികയ്ക്ക് ഓർമ്മ വന്നത് അന്ന് കണ്ണീരോടെ തങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നവളെയാണ്. അന്ന് ദേവിക വന്നില്ലായിരുന്നുവെങ്കിൽ തൻ്റെ ഏട്ടൻ എല്ലാവർക്കും മുന്നിൽ നാണം കെടുമായിരുന്നു എന്ന് അവൾക്കോർമ്മ വന്നു. അങ്ങനെയൊന്നുമല്ല ഏട്ടത്തി. ദേവിക ഏട്ടത്തിക്ക് അതിലൊന്നും പങ്കില്ല. ഏട്ടത്തിയെ കൂട്ടിക്കൊണ്ടു പോകാൻ അന്ന് ശ്രീമംഗലത്തുള്ളവരെല്ലാം വന്നിരുന്നതാണ്. ഏട്ടത്തി പോയില്ല. അല്ലെങ്കിൽ തന്നെ സ്വന്തം ജീവിതം പണയപ്പെടുത്തി ആരെങ്കിലും പ്രതികാരം ചെയ്യാൻ വരുമോ? ഏട്ടത്തിക്ക് ഏട്ടനോട് പണ്ടു മുതലേ ലവായിരുന്നു. കാർത്തിക നിഷ്കളങ്കമായി പറഞ്ഞതും അപർണയുടെ ചിറിയൊന്നു കൂടി. രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നോ? എന്താ ഇത്രമാത്രം രഹസ്യം പറയാന്? അവിടേക്ക് വന്ന നന്ദു അരികിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു. ഏട്ടത്തിക്ക് ഹരിയേട്ടൻ്റെ വിവാഹം നടന്ന സാഹചര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു ഞാൻ. പെട്ടെന്ന് കാർത്തിക പറഞ്ഞതും അപർണ ഞെട്ടിപ്പോയി. സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം കാർത്തിക അങ്ങനെ വിളിച്ചു പറയുമെന്ന് അവൾ കരുതിയിരുന്നില്ല. വന്നപ്പോൾ മുതൽ കാരണമൊന്നുമില്ലാതെ ദേവികയോട് ഒരസൂയ തോന്നുന്നുണ്ടായിരുന്നു എന്നതാണ് സത്യം. ചിലപ്പോൾ ശ്രീമംഗലം പോലെ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്ന പെൺകുട്ടി എന്നതുകൊണ്ടാകാം. അവൾ പരിഭ്രമം മറച്ചുവെച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മനു കൂടി അവിടേക്ക് വന്നതും സംസാരം പല ദിശകളിലേക്ക് തിരിഞ്ഞു. അല്പം കൂടി കഴിഞ്ഞപ്പോഴാണ് ഹരിയും ദേവികയും അങ്ങോട്ടേക്ക് വന്നത്. ദേവികയിൽ നിന്നും അകലം പാലിച്ചു വരുന്ന ഹരിയെ അപർണ അളക്കുന്നതുപോലെ നോക്കി. ശേഷം നേരത്തെ കാർത്തിക പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടി വായിക്കാൻ ശ്രമിച്ചു. അമ്മയെ വഞ്ചിച്ചവൻ്റെ അനന്തരവളെ ഹരിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് അവൾക്ക് തോന്നി. ദാ ഇവിടെ ഇരിക്കേട്ടാ. ഏട്ടത്തി അവിടെ ഇരിക്കും. ഹരിക്ക് ഇരിക്കാനായി നീങ്ങിയിരുന്നു കൊണ്ട് നന്ദു ദേവികയ്ക്ക് ഇരിക്കാൻ കാർത്തികയുടെ അരികിൽ ഇടം ചൂണ്ടി കാണിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഹരി അവൻ്റെ അരികിലേക്ക് ഇരുന്നിരുന്നു. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം ദേവിക കാർത്തികയുടെ അരികിലേക്ക് ചെന്നിരുന്നു. 1-2 ദിവസം കൂടിയേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റൂ. ജോലിക്ക് പോകുന്നതിന് മുൻപ് ബന്ധുക്കളുടെ എല്ലാം വീട്ടിൽ പോയി വരണം. ബന്ധുക്കൾ കൂടുതലുണ്ട് എങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പുഞ്ചിരിയോടെ തന്നെ അപർണ പറയുമ്പോൾ കൊള്ളേണ്ട ഇടത്ത് തന്നെ അത് കൊണ്ടു. ദേവികയുടെ മുഖം അതോടെ വാടിപ്പോയി. വിവാഹശേഷം തന്നെ അന്വേഷിക്കാനും വിരുന്നിനും ക്ഷണിക്കാനും ബന്ധുക്കൾ ആരുമില്ല എന്ന് അവൾ ഓർത്തു. തന്നോട് അടുപ്പം കാണിക്കുന്ന ഗോകുലേട്ടന് പരസ്യമായി അത് പ്രകടിപ്പിക്കാനും കഴിയില്ല. ദേവികയുടെ മുഖത്ത് മിന്നിമാഞ്ഞ ഭാവങ്ങൾ മറ്റാരും ശ്രദ്ധിച്ചില്ല എങ്കിലും മനു വ്യക്തമായി കണ്ടു. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ? രാത്രി ഉറങ്ങാനായി മുറിയിലേക്ക് കയറുമ്പോൾ സങ്കടത്തോടെ ഇരിക്കുന്നവളെ നോക്കി ഹരി മനസ്സിൽ ചിന്തിച്ചു. കാര്യമായ സങ്കടം തോന്നുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതിനു മാത്രം ഒന്നും സംഭവിച്ചതായിട്ട് അവൻ ഓർമ്മയിലും വന്നില്ല. ദേവികേ. ചുമരിൽ കൈവച്ചുകൊണ്ട് അവൻ വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ സംശയമില്ലാതെ മറ്റൊന്നും കാണാനില്ല. അതോടെ ചുണ്ടു ചുളുക്കി അവൾ മുഖം തിരിച്ചു കളഞ്ഞു. ഡോ, തനിക്കിത് എന്തു പറ്റി? എന്തെങ്കിലും സങ്കടമുണ്ട് എങ്കിൽ അത് പറഞ്ഞാലല്ലേ മനസ്സിലാകൂ? ചോദിക്കുമ്പോൾ അവൻ്റെ മുഖവും വാടിയിരുന്നു. അവൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ അവൾക്കെന്തോ വേദന തോന്നി. താൻ മനസ്സിൽ എന്തെങ്കിലും ചിന്തിച്ചാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അരിയേട്ടനില്ല എന്ന് ഇതിനോടകം മനസ്സിലായതാണ്. പാവം, ഇനി ഇതാലോചിച്ച് വിഷമിച്ച് നടക്കും. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ നമ്മുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളെ പ്രേമിച്ചപ്പോൾ നിങ്ങൾക്കെന്നെ തിരിച്ച് പ്രേമിക്കാമായിരുന്നില്ലേ? ഒരു കൊച്ചുകുട്ടിയുടെ പരിഭവത്തോടെ അവൾ ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടിപ്പോയി. അതിന് നിനക്കെന്നോട് പ്രേമമായിരുന്നു എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പിന്നെ ഞാൻ ഗണിച്ച് മനസ്സിലാക്കുമായിരുന്നോ? അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഹരിയേട്ടൻ എന്നെ തിരികെ പ്രണയിക്കുമായിരുന്നോ? വിടർന്ന കണ്ണുകളും തുടുത്ത മുഖവുമായി അവൾ ചോദിച്ചു. എന്നാൽ അവൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ് കാണാൻ കഴിഞ്ഞത്. നീ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അവൻ്റെ മറുപടി കേട്ടപ്പോൾ ആ മൂക്കിൽ പിടിച്ച് അവളൊന്ന് അമർത്തി. ചെറുതായി വേദനിച്ചുവെങ്കിലും അവനത് പുറമേ കാണിച്ചില്ല. നിങ്ങൾ ഒട്ടും റൊമാൻറ്റിക് അല്ല. അവനിൽ നിന്നും തിരിഞ്ഞിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു. ആഹാ, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ കള്ളം പറഞ്ഞ റൊമാൻറ്റിക് ആകുമോ? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ വീണ്ടും ചുണ്ടു ചുളുക്കി. അപർണയുടെ വാക്കുകൾ സമ്മാനിച്ച വേദനയൊക്കെ എപ്പോഴോ അവളുടെ മനസ്സിൽ നിന്ന് പോയിരുന്നു. നീ ഇന്ന് എന്തിനാ അപർണെ അങ്ങനെ പറഞ്ഞത്? ദേവികയ്ക്ക് അത് സങ്കടമായിട്ടുണ്ട്.
കുറച്ചു നേരം ആലോചിച്ച് കിടന്നതിന് ശേഷം മനു അത് ചോദിച്ചപ്പോൾ അവളുടെ മുഖം മാറി. ഇതാണോ ഇത്ര നേരം നീ ആലോചിച്ചു കൂട്ടിയത്? ഞാൻ അവളെ എന്തു പറഞ്ഞു എന്ന് അവളൊന്നും മനസ്സിലാകാത്തതുപോലെ ചോദിച്ചു. വിരുന്നു പോകുന്ന കാര്യവും ബന്ധുക്കളുടെ കാര്യവുമൊക്കെ. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അവൾക്കാരുമില്ല എന്ന തോന്നൽ ഉണ്ടാകില്ലേ? അങ്ങനൊരു തോന്നൽ ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അവൻ്റെ ചോദ്യം കേട്ടതും അവൾ കണ്ണുകൾ നിറച്ചു. എന്നെക്കുറിച്ച് അങ്ങനെയാണോ നീ മനസ്സിലാക്കിയിരിക്കുന്നത് മനു? ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നീ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചെടുക്കുന്നതല്ലേ. എഴുതാപ്പുറം വായിക്കാനും എന്നെ കുറ്റക്കാരിയാക്കാനും നിനക്ക് നല്ല മിടുക്കാണ്. പറഞ്ഞുകൊണ്ട് അവൾ മുഖം പൊത്തി കരഞ്ഞപ്പോൾ അവൻ പകച്ചുപോയി. അറിഞ്ഞുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞതാണ് എന്ന ധാരണയൊന്നും അവനും ഉണ്ടായിരുന്നില്ല. അവളുടെ വാക്കുകൾ ദേവികയെ നോവിച്ചിരുന്നു എന്നത് ശ്രദ്ധിച്ചിരുന്നു. ഇനി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുവാൻ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് പറഞ്ഞത്. അതവൾക്ക് വേദനയുണ്ടാക്കി എന്ന് കണ്ടതും അവൻ്റെ മുഖം മാറി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അവൻ ആ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ വിലങ്ങനെ തലയാട്ടിക്കൊണ്ടിരുന്നു. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തല്ലേ മനു. എനിക്ക് നീയും നിന്റെ കുടുംബവും സ്വന്തം തന്നെയാണ്. അതിനെതിരായി എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് നീ വിചാരിക്കേണ്ട. അവളുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നതിനൊപ്പം തന്നെ കുറ്റബോധവും നിറച്ചു. സോറി. അവളുടെ മുഖം മെല്ലെ കോരിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ അതും ഇതും പറഞ്ഞ് നമ്മളുടെ നല്ല നിമിഷങ്ങൾ നശിപ്പിക്കുകയാണ് മനു നീ. നീ അത്രത്തോളമൊന്നും ആഗ്രഹിച്ചിട്ടില്ല എങ്കിലും നീയുമായുള്ള ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്നെ വേദനിപ്പിക്കും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഇങ്ങനെയൊന്നും പറയല്ലേ നീ. നിന്റെ സ്വഭാവത്തിൽ ചിലതൊക്കെ എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അവൻ്റെ സ്വരം ആർദ്രമായി. ഞാനൊരു കാര്യം പറയട്ടെ അപർണ. നമ്മുടേത് അംഗസംഖ്യ കൂടുതലുള്ള കുടുംബമാണ്. നീയും ദേവികയും 2 കുടുംബങ്ങളിൽ നിന്ന് വന്നവരും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതിനു മുൻപ് 2 വട്ടം ചിന്തിക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പഴയതുപോലെ ആയി എന്ന് വരില്ല. അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. ആ വാക്കുകൾക്ക് കാതോർക്കുമ്പോൾ അവളുടെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന പാടെ മുറിയിൽ കയറി വാതിലടച്ച് കിടന്നതാണ് ഉണ്ണിമായ. ഏറെ നേരത്തെ ഗാഢമായ നിദ്രയ്ക്ക് ശേഷം അവൾ കണ്ണുകൾ തുറക്കുമ്പോൾ എങ്ങും ഇരുട്ട് പരന്നിട്ടുണ്ട്. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് ലൈറ്റിട്ടതിന് ശേഷം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയവൾ കാണുന്നത് അവിടെ ഒരു കസാരയിട്ട് ഇരിക്കുന്ന രാഹുലിനെയാണ്. അവൻ പകുതി മയക്കത്തിലാണ്. അപ്രതീക്ഷിതമായി അവനെ അവിടെ കണ്ടതും അവളൊന്ന് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നിരുന്നു. അവനെ ശ്രദ്ധിക്കാത്തതുപോലെ അവൾ മുന്നോട്ട് നടന്നു. ശേഷം ആഹാരം വിളമ്പി കഴിക്കുമ്പോൾ അവൻ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. തന്നോടുള്ള ദേഷ്യത്തിന് അവൾ ഇറങ്ങിപ്പോയാലോ എന്ന പേടിയായിരുന്നു ഉള്ളിൽ മുഴുവൻ. എനിക്ക് കാവൽ നിൽക്കണമെന്നില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കി ഇറങ്ങി വന്ന ഞാൻ വയറ്റിലൊരു കൊച്ചിനെയും കൊണ്ട് തിരികെ ചെന്നാൽ അവർക്ക് ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമുണ്ടാകില്ലല്ലോ. അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പ്ലേറ്റുമായി എഴുന്നേറ്റു. നിന്റെ ഈ അവസ്ഥയിൽ തനിച്ച് നിൽക്കുന്നത് നല്ലതല്ല ഉണ്ണിമായ. നീ തളർന്നു വീണാൽ പോലും ആരും അറിയില്ല. ശരീരത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അവൻ സങ്കടത്തോടെ പറഞ്ഞു. അവൻ്റെ ആ സങ്കടം കണ്ടപ്പോൾ അവളിൽ ഒരാനന്ദമാണ് ഉടലെടുത്തത്. ഇത്രയും നാൾ അവൻ തന്നോട് കാണിച്ച അവഗണന മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ ചുവന്നു. എൻ്റെ അവസ്ഥ ഏതായാലും അത് നിങ്ങളെ ബാധിക്കില്ലല്ലോ. ഞാൻ മറന്നുപോയി. എൻ്റെ വയറ്റിലെ കുഞ്ഞിനെക്കുറിച്ചോർത്ത് ആദിയുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു മാർഗം പറയാം. എനിക്ക് നിങ്ങളുടെ മുറിയിലേക്ക് വരാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ ഈ മുറിയിൽ വന്ന് കിടന്നോളൂ. അവളുടെ വാക്കുകൾ കേട്ടതും അവൻ ഞെട്ടിപ്പോയി. ഒരു ആഡംബര ഹോട്ടലിലെ മുറി എന്നതുപോലെയാണ് രാഹുലിൻ്റെ മുറിയിലെ സൗകര്യങ്ങൾ. അത്രയും സൗകര്യമുള്ള മറ്റൊരു മുറി ശ്രീമംഗലത്തില്ല എന്ന് അവൾക്ക് വ്യക്തമായി അറിയാം. അങ്ങനെയുള്ള രാഹുൽ തൻ്റെ ഒപ്പം ഈ കുടിസുമുറിയിൽ കഴിയുന്നത് ഓർക്കവേ അവൾക്ക് ചിരി വന്നു.
തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവൻ ആ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് അവൾക്കറിയാമായിരുന്നു. "ഞാൻ നിന്റെ ഒപ്പം കിടന്നോളാം." അവളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ പുറത്തേക്ക് വന്നത്. പറയുന്നതിനൊപ്പം അവളുടെ കൂടെ മുറിയിലേക്ക് കയറിയിരുന്നു അവൻ. അകത്തേക്ക് കയറിയവൻ വാതിൽ കുറ്റിയിടുന്നത്